അഊദുബില്ലാഹി മിനശ്ശൈത്താനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. പ്രിയ വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ റമളാനിനെ ഏറ്റവും മനോഹരമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമകളുടെ കൂട്ടത്തിൽ നാഥൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. വിശുദ്ധ ഖുർആനിനെ വായിക്കുകയും ഗൗരവത്തോടുകൂടി പഠിക്കുകയും ചെയ്യുന്ന ഈ എക്സാമിൻ്റെ തിരക്കിലാണ് നിങ്ങളെന്നൊക്കെ അറിയാമെങ്കിലും ആ സമയത്തും സാധാരണ നിലയിൽ ഖുർആൻ വായിക്കുന്നതിനപ്പുറത്ത് ചില കാര്യങ്ങൾ പഠിച്ചും മനസ്സിലാക്കിയും വായിക്കുവാൻ ക്യൂസ്പോട്ടിലൂടെ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ സാധിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് നമ്മൾ ഈ ചിലവഴിക്കുന്ന സമയവും നമ്മുടെ ഈ എഫേർട്ടും ഒക്കെ ഉപകാരപ്രദമായി തീരുക, ഫലപ്രദമായി തീരുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ കഹ്ഫ് നമ്മളെല്ലാവരും എല്ലാ വെള്ളിയാഴ്ചയും പാരായണം ചെയ്യുന്നൊരു സൂറത്താണ്. വിശുദ്ധ ഖുർആനിൽ എന്തുകൊണ്ടാണ് സൂറത്തുൽ കഹ്ഫിന് ഇത്രമാത്രം പ്രാധാന്യം ലഭിച്ചത്, അല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തിനാണ് സൂറത്തുൽ കഹ്ഫിനെ നമ്മളോട് പഠിക്കാൻ പറഞ്ഞത്, പാരായണം ചെയ്യാൻ പറഞ്ഞത് എന്നത് നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കുക. എന്തുകൊണ്ടായിരിക്കും സൂറത്തുൽ കഹ്ഫിനെ ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടത് എന്ന്. അപ്പോൾ ചില കഥകൾ, ചില അനുഭവങ്ങൾ, ചില ഉപമകൾ, വലിയ വലിയ ദൃഷ്ടാന്തങ്ങൾ, യുവത്വത്തെക്കുറിച്ചുള്ള വർത്തമാനങ്ങളൊക്കെ സൂറത്തുൽ കഹ്ഫിൽ നമുക്ക് കാണുവാൻ സാധിക്കും. സൂറത്തുൽ കഹ്ഫിലെ രണ്ടാളുകളെക്കുറിച്ചുള്ള ഒരു കഥ, ഒരു ചരിത്രം, അല്ലെങ്കിൽ നടന്ന ഒരു ചരിത്രം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നത്, പ്രവാചകരെ, ഈ ഒരു ഉപമ താങ്കൾ അവർക്ക് പറഞ്ഞു കൊടുക്കൂ, രണ്ട് മനുഷ്യരുടെ ഉപമ. ഇങ്ങനെ നമുക്ക് പ്രപഞ്ചത്തിലെ ദൃഷ്ടാന്തത്തെക്കുറിച്ചോ അല്ലെങ്കിൽ ചലന്തിയെക്കുറിച്ചോ തേനീച്ചയെക്കുറിച്ചോ ഉറുമ്പിനെക്കുറിച്ചോ മാത്രമല്ല അല്ലേ, ചില വ്യക്തികളെക്കുറിച്ചുമുള്ള ഉപമയും അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, ഇന്ന മനുഷ്യനെക്കുറിച്ച് നീ ഒന്ന് അവർക്ക് പറഞ്ഞു കൊടുക്കൂ, ഇന്ന മനുഷ്യൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ആലോചിക്കുന്നൊക്കെ. സൂറത്തുൽ കഹ്ഫിലെ 32 മുതൽ 44 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് ഇൻഷാ അല്ലാഹ് ഒന്ന് വിശകലന വിധേയമാക്കാൻ പോകുന്നത്. واضرب لهم مثل الرجلين جعلنا لأحدهما جنتين من أعناب وحففناهما بنخل وجعلنا بينهما زرعا كلتا الجنتين آتت أكلها ولم تظلم منه شيئا وفجرنا خلالهما نهرا وكان له ثمر فقال لصاحبه وهو يحاوره أنا أكثر منك مالا وأعز نفرا ودخل جنته وهو ظالم لنفسه قال ما أظن أن تبيد هذه أبدا وما أظن الساعة قائمة ولئن رددت إلى ربي لأجدن خيرا منها منقلبا قال له صاحبه وهو يحاوره أكفرت بالذي خلقك من تراب ثم من نطفة ثم سواك رجلا لكن هو الله ربي ولا أشرك بربي أحدا ولولا إذ دخلت جنتك قلت ما شاء الله لا قوة إلا بالله إن ترني أنا أقل منك مالا وولدا فعسى ربي أن يؤتيني خيرا من جنتك ويرسل عليها حسبانا من السماء فتصبح صعيدا زلقا أو يصبح ماؤها غورا فلن تستطيع له طلبا وأحيط بثمره فأصبح يقلب كفيه على ما أنفق فيها وهي خاوية على عروشها ويقول يا ليتني لم أشرك بربي أحدا ولم تكن له فئة ينصرونه من دون الله وما كان منتصرا هنالك الولاية لله الحق هو خير ثوابا وخير عقبا. പ്രവാചകരെ, താങ്കൾ അവർക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കൊടുക്കുക.
രണ്ടാളുകളുടെ ഉദാഹരണം. അവരിൽ ഒരുവന് നാം 2 മുന്തിരിത്തോപ്പുകൾ നൽകി, ചുറ്റും ഈത്തപ്പഴ മരങ്ങൾ കൊണ്ട് അവയെ പൊതിയുകയും ചെയ്തു. അവയ്ക്കിടയിലായി കൃഷിയിടവും ഉണ്ടാക്കി. 2 തോട്ടങ്ങളും നല്ല വിളവുൽപ്പാദിപ്പിച്ചു. അതിലൊരു കുറവും ആ മരങ്ങൾ വരുത്തിയില്ല. ആ തോട്ടങ്ങളിലൂടെ നാം ഒരു നദിയും ഒഴുക്കിയിട്ടുണ്ടായിരുന്നു. അയാൾക്ക് നല്ല ആദായം ലഭിച്ചു. ഇതെല്ലാം കണ്ടിട്ട് ഒരു നാൾ അവൻ സ്നേഹിതനോട് ഇപ്രകാരം പറഞ്ഞു: ഞാൻ നിന്നേക്കാൾ സമ്പന്നനും ആൾബലമുള്ളവനുമാകുന്നു. അങ്ങനെ തന്നോട് തന്നെ അതിക്രമം പ്രവർത്തിച്ച ഒരു മനുഷ്യനായിക്കൊണ്ട് അവൻ മാറുകയും ചെയ്തു. അങ്ങനെ ഒരു ദിവസം അവൻ തോട്ടത്തിൽ പ്രവേശിച്ചു. എന്നിട്ട് അവൻ ഇപ്രകാരം പറയുകയും ചെയ്തു: ഈ സമ്പത്ത് എന്തെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. അന്ത്യനാൾ ഒന്നൊന്ന് ഉണ്ടാകുമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. അഥവാ എൻ്റെ റബ്ബിലേക്ക് ഞാൻ മടക്കപ്പെട്ടാൽ തന്നെ അവിടെ ഇതിലേറെ വിശിഷ്ടമായ സങ്കേതം എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ സ്നേഹിതൻ അവനോട് സംവദിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു: നിന്നെ മണ്ണിൽ നിന്നും പിന്നെ ശുക്ലഗണത്തിൽ നിന്നും സൃഷ്ടിക്കുകയും പൂർണ്ണ മനുഷ്യനായി രൂപപ്പെടുത്തുകയും ചെയ്ത ശക്തിയെ നീ നിഷേധിക്കുകയാണോ ചെയ്യുന്നത്? എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ആ അള്ളാഹു മാത്രമാകുന്നു എൻ്റെ റബ്ബ്. ഞാൻ ആരെയും അവനിങ്കൽ ആരെയും ഞാൻ പങ്കാളിയാക്കുകയുമില്ല. തോട്ടത്തിൽ പ്രവേശിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് മന്ത്രം ഉരുവിടാതിരുന്നത് എന്തുകൊണ്ടാണ്? ഇനി നീ എന്നെ നിന്നേക്കാൾ സമ്പത്തും സന്തതിയും കുറഞ്ഞവനായി കാണുന്നുവെങ്കിൽ നിന്റെ തോട്ടത്തേക്കാൾ ഉത്തമമായത് റബ്ബ് എനിക്ക് ഏകിക്കൂടായികയില്ല. അവൻ മാനത്ത് നിന്ന് വിദ്ബത്തയക്കുക വഴി നിന്റെ തോട്ടം ശൂന്യമായ ചതുപ്പ് നിലമായി മാറിക്കൂടായികയുമില്ല. അല്ലെങ്കിൽ പിന്നീട് ഒരിക്കലും തിരിച്ചു കൊണ്ടുവരാൻ വയ്യാത്ത വണ്ണം അതിലെ വെള്ളം വറ്റി വരണ്ടു പോയെന്നും വരാം. അവസാനം അവൻ്റെ ഫലസമൃദ്ധി നശിപ്പിക്കപ്പെടുക തന്നെ ചെയ്തു. തോട്ടം അതിൻ്റെ പന്തലുകളോടെ നിലംപൊത്തി. അതുകൊണ്ട് താൻ അതിൽ ചെലവഴിച്ചതിനെ ചൊല്ലിയുള്ള ഖേദത്താൽ അവൻ കൈമലർത്തുകയുണ്ടായി. കഷ്ടം! ഞാൻ എൻ്റെ റബ്ബിന് ആരെയും പങ്കാളി ആക്കിയിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ വിലപിച്ചു കൊണ്ടിരുന്നു. അള്ളാഹുവിനെ കൂടാതെ അവനെ സഹായിക്കാൻ ഒരു സംഘവും ഉണ്ടായില്ല. അവന് ആ വിപത്തിനെ സ്വയം നേരിടാൻ കഴിഞ്ഞതുമില്ല. രക്ഷാധികാരം സാക്ഷാൽ അള്ളാഹുവിന് മാത്രമാകുന്നു എന്ന് അന്നേരം ശരിക്കും അവൻ മനസ്സിലാക്കി. ശരിക്കും വിളവായി. അവൻ അരുളുന്ന പ്രതിഫലം മാത്രമാകുന്നു വിശിഷ്ടമായിട്ടുള്ളത്. അവനാലുള്ള പരിണിതി മാത്രമാകുന്നു മഹത്തരമായിട്ടുള്ളത്. സൂറത്തുൽ കഹ്ഫിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല 2 മനുഷ്യരുടെ 2 സുഹൃത്തുക്കളുടെ കഥയാണ് നമ്മളോട് പറഞ്ഞു തരുന്നത്. അവർക്കിടയിൽ ഒരു സംഭാഷണം നടക്കുകയാണ്. അതിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, അതിലൊരു മനുഷ്യൻ അള്ളാഹു അതിമനോഹരമായ വലിയ മുന്തിരിത്തോട്ടം നൽകി. അതിനെ ചുറ്റും എന്ത് ചെയ്തു? ഈന്തപ്പഴ മരങ്ങൾ കൊണ്ട് അതിന് പൊതിയുകയും ചെയ്യും. അതിനിടയിലൂടെ വ്യത്യസ്തങ്ങളായ കൃഷിയും ആ മനുഷ്യൻ നടത്തിയിരുന്നു. അതൊക്കെയും നല്ല വിളവുകൾ നൽകി. മാത്രമല്ല തോട്ടങ്ങൾക്കിടയിലൂടെ ഒരു അതിമനോഹരമായൊരു അരുവിയെ ഒഴുക്കി വിടുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ തോട്ടം നനക്കുവാൻ വേണ്ടി വേറെ എവിടെയും പോകേണ്ടതില്ലാത്ത വിധം തോട്ടത്തിൻ്റെ നടുവിൽ കൂടി ഒരു മനോഹരമായ ഒരു അരുവിയും ഒഴുകി. ഇങ്ങനെ ഫലസമൃദ്ധിയുള്ള, അതുകൊണ്ട് തന്നെ എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒരു പിശുക്കും കാണിച്ചില്ല. ആ മരങ്ങളൊന്നും ഫലമുണ്ടാക്കുന്നതിൽ ഒരു കുറവും വരുത്തിയില്ല. ധാരാളമായിട്ട് എന്ത് ചെയ്തു? മുന്തിരിയും ഈത്തപ്പഴവും വ്യത്യസ്ത കൃഷി വിഭവങ്ങളും അവർക്ക് ലഭിക്കുന്ന രീതിയിൽ ഒരു വലിയ അതിസമ്പന്നനാകാൻ തക്ക വിധമുള്ള കൺകുളിർമയുള്ള ഒരു തോട്ടം കൊണ്ട് ആ മനുഷ്യനെ എന്ത് ചെയ്തു? അള്ളാഹു അനുഗ്രഹിച്ചു. അങ്ങനെ ഒരു ദിവസം ഈ മനുഷ്യൻ തൻ്റെ കൂട്ടുകാരനോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ നിന്നേക്കാളും വലിയ സമ്പന്നനാണ്, നിന്നേക്കാളും വലിയ സമ്പത്ത് തന്ന് എന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? റബ്ബ് അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇതെപ്പോഴെങ്കിലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല. മാത്രമല്ല അന്ത്യനാൾ സംഭവിക്കുമെന്നും ഇങ്ങനെ കൺകുളിർമ നൽകുന്ന ഇത്രയും അടിപൊളി തോട്ടം അതില്ലാതാകുമെന്ന്, അന്ത്യനാൾ സംഭവിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇനി അഥവാ ഞാൻ മരിച്ച് അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് എത്തിയാൽ ഇതിനേക്കാളും അടിപൊളിയായിട്ടുള്ള ഒരു കൃഷിയും തോട്ടവും എനിക്ക് ലഭിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. ഇങ്ങനെ സ്നേഹിതനോട് സംസാരിക്കുന്ന സമയത്ത് സ്നേഹിതനെ ഒരു വശത്ത് പുച്ഛിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ, നിനക്ക് അയ്യോ അല്ലേ, എന്ത് കഷ്ടം നോക്ക്, എനിക്ക് എൻ്റെ അത്രയൊന്നും സമ്പത്തില്ലല്ലോ, എൻ്റെ അത്ര ഫലം കിട്ടുന്ന തോട്ടമില്ലല്ലോ, എന്നെക്കാളും സമ്പത്തും സന്താനവും ഒക്കെ കുറഞ്ഞ മനുഷ്യനാണല്ലോ നീ എന്നൊക്കെ ഒരു സമയത്ത് പുച്ഛിക്കുകയും, ഒരു സമയത്ത് ഇതൊക്കെ എനിക്ക് എന്നും ഉണ്ടാകും, ഇതൊക്കെ ഞാൻ അങ്ങനെ കൊണ്ട് നടക്കുന്നതാണ്, കാരണം ഒരിക്കലും അതിന് വെള്ളം കിട്ടാതിരിക്കില്ല, കാരണം അതിന് അരുവിയുണ്ട്, അതുകൊണ്ട് ഇതൊക്കെ ഒരിക്കലും നശിച്ചു പോകുമെന്ന് ഞാൻ കരുതുകയും ചെയ്യുന്നില്ല എന്ന് ആ മനുഷ്യൻ അഹന്തയോടുകൂടി തൻ്റെ സ്നേഹിതനോട് പറയുകയാണ്. അപ്പോഴാണ് സ്നേഹിതൻ
ആ മനുഷ്യനോട് തിരിച്ചു പറയുന്നത്, അല്ല എന്തിനാണ് നീ ഇങ്ങനെ അഹന്തയോടുകൂടി സംസാരിക്കുന്നത്? എന്തിനാണ് നീ ഇങ്ങനെ പറയുന്നത്? നീ നിൻ്റെ തോട്ടത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് എന്താ നീ പറഞ്ഞില്ല മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനാണ് എല്ലാ ശക്തിയും ഉള്ളത്, അള്ളാഹുവിനല്ലാതെ വേറൊന്നിനും ഒരു ശക്തിയുമില്ല എന്ന് എന്തേ നീ ഈ തോട്ടത്തിൽ പ്രവേശിക്കുമ്പോൾ പറയാതിരുന്നത്? നീ പറഞ്ഞല്ലോ എന്നേക്കാളും സമ്പത്തും സന്താനവും കുറഞ്ഞ ആളാണ് ഞാനെന്ന്, നിന്നേക്കാളും. ഇനി അള്ളാഹു എനിക്ക് തരാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് എങ്കിൽ ഇതിനേക്കാളും വലിയ സമ്പത്തും സന്താനവും സമ്പൽ സമൃദ്ധിയൊക്കെ തരും. അതിന് അള്ളാഹുവിന് കഴിവുള്ളവനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നീ എന്താണ് ഇങ്ങനെ പറയുന്നത് എന്ന് ആ മനുഷ്യനെ തിരുത്തിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്. നീ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത് നീ ഒരിക്കലും നശിക്കില്ല എന്നല്ലേ പറഞ്ഞത്? ഒരു സുപ്രഭാതത്തിൽ ആകാശത്ത് നിന്നും അള്ളാഹുവിൽ ഏതെങ്കിലും ഒരു ശിക്ഷ ഇറക്കിയാൽ ഞാൻ വിചാരിക്കുന്നു നിൻ്റെ ഈ മണ്ണുണ്ടല്ലോ, ഈ കൃഷിയിടം ആകെ ഇല്ലാണ്ടായി പോകും. അതോടുകൂടി നീ കൃഷി ചെയ്യുന്ന ഈ മണ്ണ് ആകെ വഴുവഴുപ്പുള്ള, അല്ലെങ്കിൽ എന്താ പറയുക, വറ്റി വരണ്ടു പോയ മണ്ണാവുകയും കൃഷിക്ക് ഒരിക്കലും കൃഷി ചെയ്യാൻ പറ്റാത്ത വഴുവഴുത്ത മണ്ണായിട്ടത് മാറുകയും ചെയ്യുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ, എന്നിട്ട് ആ മനുഷ്യൻ പറയാണ്, സ്നേഹിതൻ പറയുകയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നു, അള്ളാഹുവാണ് എല്ലാം നൽകുവാൻ ശേഷിയുള്ളതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും റബ്ബ് നൽകിയ ഒന്നിനെ വേറൊരാൾക്കും തടയാൻ പറ്റില്ല, അള്ളാഹു തടഞ്ഞു വെച്ചതിന് വേറൊരാൾക്ക് നൽകാനും പറ്റില്ല എന്നതൊക്കെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് അള്ളാഹുവാണ് ഏറ്റവും നല്ല പരിണിതി ഉണ്ടാക്കുന്നത്. ഇങ്ങനെ റബ്ബിൻ്റെ എല്ലാ സവിശേഷതയും ഈ സുഹൃത്ത് മറ്റേ സുഹൃത്തിനെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ ആ സുഹൃത്ത് ഇതൊന്നും കേട്ട് കുലുങ്ങിയില്ല. ആ മനുഷ്യൻ പിന്നെയും പറയുന്നത്, കണ്ടോ ഇതൊക്കെ നശിക്കുന്നു ഞാൻ, അഥവാ അഹങ്കാരത്തിൻ്റെ എല്ലാ വർത്തമാനവും ആ മനുഷ്യൻ പറയുകയാണ്, അള്ളാഹുവിനെ നിഷേധിക്കുകയാണ്. ഇത് റബ്ബ് തീരുമാനിച്ചാൽ ഇത് നശിച്ചു പോകും, അതുകൊണ്ട് അള്ളാഹുവെ നിനക്കാണ് എല്ലാ നന്ദിയും എന്ന് ആ മനുഷ്യൻ പറഞ്ഞില്ല. അള്ളാഹുവെ നീയാണ് ഇതിനെ സൃഷ്ടിച്ചതെന്നും നീയാണ് എനിക്ക് ഫലം നൽകുന്നതെന്നും എൻ്റെ ഒരു ശക്തിയും കൊണ്ടല്ല എനിക്കിങ്ങനെ മുന്തിരിയും ഈത്തപ്പഴവും കിട്ടുന്നതെന്നും ആ മനുഷ്യൻ പറഞ്ഞില്ല. ഈ അരുവി ഒഴുകുന്നത് തന്നെ സുഹൃത്ത് പറയുന്നുണ്ട്, അള്ളാഹു ഒരു ശിക്ഷ ഇറക്കിയാൽ പെട്ടെന്ന് ഈ അരുവി എങ്ങാനും വറ്റി വരണ്ടു പോയാൽ നിനക്കെങ്ങനെയാണ് അതിൽ വെള്ളം തിരിച്ചുകൊണ്ട് വരാൻ പറ്റുക? നിനക്കൊരിക്കലും തിരിച്ചു വരാൻ പറ്റില്ല. പക്ഷേ ഇതൊന്നും ആ മനുഷ്യൻ സുഹൃത്ത് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കുന്നില്ല. അവൻ അങ്ങേയറ്റത്തെ അഹങ്കാരിയായി മാറി. ഇതിനെക്കുറിച്ച് ആ ആയത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. തൊട്ടടുത്ത ആയത്തിലെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ ഒരു രാത്രിയിൽ ഒരു വലിയ വിപത്ത് സംഭവിച്ചു. പിറ്റേ ദിവസം അവൻ ആ തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് എല്ലാം എന്താ പറയുക, പന്തലടക്കം കീഴ്മേൽ മറിഞ്ഞ തൻ്റെ തോട്ടത്തെയാണ് കാണുന്നത്. വിളവെടുക്കാനൊക്കെ ആയി എന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ അതിൽ അഹങ്കരിച്ച് അതിന് സ്വപ്നം കണ്ട, അത് വിളവെടുക്കുന്നത് സ്വപ്നം കണ്ട ആ മനുഷ്യൻ പന്തലടക്കം സകലതും കീഴ്മേൽ മറിഞ്ഞത് കണ്ടപ്പോഴാ മനുഷ്യൻ പറയുന്നുണ്ട്, അള്ളാഹുവേ ഞാൻ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? അള്ളാഹുവാണ് എല്ലാം എനിക്ക് നൽകിയതെന്നും അള്ളാഹു വിചാരിച്ചാൽ എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നും അള്ളാഹുവാണ് എനിക്ക് നൽകിയതെന്നും അള്ളാഹുവിൻ്റെ ശക്തിക്ക് പകരം വെക്കാൻ വേറൊരു ശക്തിക്കുമാവില്ല എന്നും അള്ളാഹു എനിക്ക് വല്ല വിപത്തും ഉദ്ദേശിച്ചാൽ എന്നെ സഹായിക്കാൻ ഒരാളുമില്ല എന്നും എന്തേ ഞാൻ പറഞ്ഞില്ല? അങ്ങനെ ഞാൻ പറഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ആ മനുഷ്യൻ വിലപിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്നിട്ട് അതിനെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ മനുഷ്യൻ അങ്ങനെ ഒന്ന് ബാധിച്ച സമയത്ത് അവന് സ്വയം തന്നെ അതിൽ നിന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, റിക്കവർ ചെയ്യാൻ പറ്റിയില്ല. എന്ത് ചെയ്യാനാണ്? സകലതും മണ്ണടിഞ്ഞ് നശിച്ചു പോയി, ഇല്ലാണ്ടായി, വെള്ളം വറ്റി വരണ്ടു പോയി, കീഴ്മേൽ മറിഞ്ഞു ആ അതിമനോഹരമെന്ന് നമ്മൾ പറഞ്ഞ ആ തോട്ടം. അപ്പോൾ ആ മനുഷ്യൻ പറയാണ്, ആ മനുഷ്യന് സ്വയം തന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, ആർക്കും അവരെ സഹായിക്കാനും പറ്റിയില്ല. ഈ ഒരു കഥ അല്ലെങ്കിൽ ഈ ഒരു ഉപമ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് രണ്ട് മനുഷ്യരെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഇത് വളരെ കുറേ ആയത്തുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, രണ്ട് മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം. ഒരു മനുഷ്യൻ എല്ലാം എൻ്റെ റബ്ബാണ് നൽകുന്നത്, റബ്ബ് എനിക്ക് നൽകിയാൽ അത് തടഞ്ഞു വെക്കാനോ, റബ്ബ് എന്തെങ്കിലും ഒന്ന് തടഞ്ഞാൽ അത് നൽകുവാൻ വേറെ മനുഷ്യനെ കൊണ്ട് സാധ്യമല്ല. അതുകൊണ്ടെല്ലാം തരുന്നവനും റബ്ബാണ്, അവനോട് ഞാൻ നന്ദിയുള്ളവനായിരിക്കണം, എന്നും അവൻ്റെ ആ നന്ദിക്ക് ശുക്ർ പറയണം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അങ്ങനെയൊക്കെയാണല്ലേ, നമ്മളെന്തെങ്കിലും ആപത്ത് പറ്റിയാൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയണമെന്ന് പറയും. എന്തെങ്കിലും ഒരു കാര്യം തീരുമാനിച്ചാൽ ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ ഞാനത് ചെയ്യുമെന്ന് പറയണം. എനിക്ക് വല്ല സൗഭാഗ്യം വന്നെത്തിയാൽ മാഷാ അല്ലാഹ്, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം എന്ന് പറയണം. എന്ന് പറഞ്ഞാൽ നന്ദിയുള്ള,
അള്ളാഹുവിൻ്റെ ശക്തിയെക്കുറിച്ച് ബോധ്യമുള്ള, ഹൃദയത്തിൽ ആ ബോധമുള്ള, ഇതെനിക്ക് റബ്ബ് തന്നതാണ്, റബ്ബ് ഉദ്ദേശിച്ചാൽ എപ്പോൾ വേണമെങ്കിലും ഇതിൽ നിന്നും തിരിച്ചെടുക്കാം, അതുകൊണ്ട് നാഥനോട് നന്ദി പറയണം എന്ന് പറയുന്ന വിനീത വിധേയനായ ഒരു അടിമയായിരിക്കാനാണ് മറ്റേ സുഹൃത്ത് ഈ സുഹൃത്തിനോട് പറയുന്നത്. പക്ഷെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ, ഈ സുഹൃത്ത് ഇതൊക്കെ എന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. ഒരു സുപ്രഭാതത്തിൽ അത് നഷ്ടപ്പെട്ടപ്പോൾ ഹാ കഷ്ടമേ എന്ന് കൈമലർത്തി. എന്താപ്പം സംഭവിച്ചത്? കൈമലർത്തി, കഫൈഹി എന്നാണ്, കൈമലർത്തി പറയുകയും എന്താപ്പം സംഭവിച്ചത്? ഇതെങ്ങനെ ഞാൻ സഹിക്കും? ഞാൻ ഇങ്ങനെയെങ്കിലും പറഞ്ഞിരുന്നില്ലെങ്കിൽ, ഞാൻ നന്ദി കാണിച്ചിരുന്നെങ്കിൽ, അല്ലേ, ഞാൻ അഹങ്കരിച്ചിരുന്നില്ലായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് വിലപിക്കുകയും ചെയ്തു. തീർച്ചയായിട്ടും എല്ലാം കഴിഞ്ഞതിന് ശേഷം അങ്ങനെ വിലപിച്ചിട്ട് കാര്യമില്ല. ഇങ്ങനെ അള്ളാഹുവിൻ്റെ നന്ദിയെക്കുറിച്ച് ഓർക്കുന്ന, അതിനെക്കുറിച്ച് ധാരാളമായി ഓർക്കുന്ന സുഹൃത്തും അതിനോട് മുഖം തിരിഞ്ഞു നടക്കുന്ന വേറൊരു സുഹൃത്തിനെക്കുറിച്ചുമാണ് അള്ളാഹു നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ഒരു ചരിത്രത്തെ, ഈ ഒരു ഉപമയെ, ഈ ഒരു കഥയെ, രണ്ടുപേരുടെ സംഭാഷണത്തെ തീർച്ചയായിട്ടും ഒന്നുകൂടി കൃത്യമായിട്ട് വായിക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയം അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ വിനയത്താൽ, നന്ദിയാൽ എന്ത് ചെയ്യുക, കുനിഞ്ഞു പോവുക. അങ്ങനെ നാഥനോട് നന്ദി പറയുന്ന, നൽകിയതിൽ നന്ദി പറയുന്ന, ഇനി അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്തും സംഭവിക്കും എന്ന ആ ഒരു യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ സാധിക്കുന്ന മനുഷ്യൻ എന്ന് പറയുന്നത് അപാരമായ ഇച്ഛാശക്തിയുള്ള മനുഷ്യനായിരിക്കും. അത്തരം മനുഷ്യരുടെ കൂട്ടത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വേറൊരു ക്ലാസ്സിലേക്ക് നമുക്ക് കാണാം. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.